നമസ്തേ. തുളസി മഹാത്മ്യം 3-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമിത്രങ്ങൾ ഏവരും ഒപ്പമുണ്ടല്ലോ അല്ലേ? കാരണം ഒരു ഭാഗം വിട്ടുപോയാൽ അതിൻ്റെ കണ്ടിന്യൂറ്റി ലഭിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കഥ ഭഞ്ജിക്കപ്പെടും. അതുകൊണ്ട് തന്നെ കഥയിലേക്ക് നമുക്ക് മടങ്ങാം. നമ്മൾ കഴിഞ്ഞ 2-ാം അധ്യായത്തിൽ ദർശിച്ചത് ശംഖചൂഡൻ പരമശിവനെ നേരിടുവാനായി യുദ്ധഭൂമിയിലേക്ക് എത്തുന്നതാണ്. യുദ്ധഭൂമിയിലേക്ക് എത്തിയ ശംഖചൂഡൻ ദർശിച്ചു ചന്ദ്രകലാധരനായ ഭഗവാൻ പരമേശ്വരൻ. തിരുമൗലിയിലെ ആ ചന്ദ്രപ്രഭയും തിരുജടയിലെ ഗംഗായുടെ സാന്നിധ്യവും തൃക്കരങ്ങളിലെ ശൂലവും കണ്ട ശംഖചൂഡൻ നമ്രശിരസ്കനായി ഭഗവാന്റെ പാദപത്മങ്ങളിലേക്ക് വീണ് അനുഗ്രഹം തേടുന്നു. തുടർന്ന് തൻ്റെ ജന്മം പൂർത്തീകരിക്കണമെങ്കിൽ ശത്രുഭാവത്തിൽ തന്നെ നിൽക്കണമെങ്കിൽ മാത്രമേ തനിക്ക് ഈ വേഷം ഉപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന ബോധ്യം വരുന്ന ശംഖചൂഡൻ യുദ്ധത്തിനായി തുടക്കം കുറിക്കുന്നു. അതിഭയാനകമായ യുദ്ധം നടക്കുന്നു. അന്നുവരെ വിശ്വപ്രകൃതി ദർശിച്ചിട്ടില്ലാത്ത അതിഭീകരമായ യുദ്ധം ശങ്കരനും ശംഖചൂഡനും തമ്മിൽ നടക്കുന്നു. വളരെയേറെ യുദ്ധം ചെയ്തിട്ടും ശംഖചൂഡനിൽ യാതൊരുവിധ ക്ഷീണമോ പരാജയഭാവമോ പ്രകടമാകുന്നില്ല. തുടർന്ന് ശങ്കരൻ ശ്രീഹരിയെ സ്മരിക്കുന്നു. തദവസരത്തിൽ ശ്രീഹരി യുദ്ധഭൂമിയിലേക്ക് ഒരു ബ്രാഹ്മണ വടുവിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് എത്തപ്പെടുന്നു. ബ്രാഹ്മണ വേഷം ധരിച്ചുകൊണ്ട് എത്തപ്പെട്ട ശ്രീഹരി ശംഖചൂഡന്റെ അരികിലേക്ക് എത്തി ശംഖചൂഡനോട് പറയുന്നു, അല്ലയോ മഹാനുഭാവ, ഞാൻ അങ്ങയിൽ നിന്ന് ഒരു ദാനം നേടുവാനായി എത്തിയിരിക്കുകയാണ്. അങ്ങ് ദാനതൽപരനാണെന്ന് ഞാൻ വളരെയേറെ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് എനിക്ക് ദാനം നൽകണം. അങ്ങക്ക് എന്തു ദാനമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു ശംഖചൂഡൻ. അത് പിന്നീട് പറയാം. ഞാൻ ചോദിക്കുന്ന എന്തും അങ്ങ് എനിക്ക് ദാനമായി നൽകും എന്ന വാക്കാദ്യം നൽകിയാട്ടെ, അതിനുശേഷം ഞാൻ ദാനം ആവശ്യപ്പെടാം എന്നായി ബ്രാഹ്മണൻ. ഓഹോ, ആയിക്കോട്ടെ, അങ്ങ് എന്തു ചോദിച്ചാലും തീർച്ചയായും ഞാൻ നൽകും, എൻ്റെ പ്രാണനാണെങ്കിലും. കാരണം ശംഖചൂഡന് കൃത്യമായ ബോധ്യമുണ്ട്, മരണം ഒന്നിൻ്റെയും അവസാനമല്ല, അടുത്ത ഉജ്ജ്വലകരമായ ജനനത്തിൻ്റെ കാരണമാണ്. ആ ബോധമാണ് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത്. നമ്മളിൽ എത്ര പേർക്ക് ഈ ബോധമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. മരണമെന്ന് കേട്ടാലേ നമ്മൾ കൈകാലിട്ടടിക്കും. അതാണ് നമ്മളുടെ അറിവും ശംഖചൂഡന്റെ അറിവും തമ്മിലുള്ള വ്യത്യാസം, അന്തരം. ഏതായാലും കഥയിലേക്ക് മടങ്ങാം. തുടർന്ന് ശംഖചൂഡനിൽ നിന്ന് വാക്ക് ലഭിച്ച, സത്യം ലഭിച്ച ആ ബ്രാഹ്മണ വേഷധാരിയായ ശ്രീഹരി ശംഖചൂഡനോട് പറയുന്നു, അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ ദേഹത്തുള്ള ആ രക്ഷാ കവചം എനിക്ക് നൽകണം, ദാനമായി നൽകണം. അത് കേട്ട മാത്രയിൽ തന്നെ ഈ രക്ഷാകവചം നഷ്ടപ്പെട്ടാൽ മരണം വളരെ വേഗത്തിൽ തന്നിലേക്ക് എത്തും എന്നറിഞ്ഞിട്ടും അല്പം പോലും മടി കാട്ടാതെ ശംഖചൂഡൻ ജന്മസിദ്ധമായി തനിക്ക് ലഭിച്ച രക്ഷാകവചത്തെ തന്റെ അരികിലേക്ക് എത്തി ഭിക്ഷയാചിച്ച ആ വടുവിന് നൽകുന്നു. യുദ്ധം തുടരുന്നു. ശംഖചൂഡനിൽ നിന്ന് രക്ഷാകവചവുമായി പുറത്തേക്കെത്തിയ ശ്രീഹരി ബ്രാഹ്മണ വേഷം ഉപേക്ഷിച്ച് ശംഖചൂഡന്റെ രൂപത്തെ സ്വീകരിക്കുന്നു. ശംഖചൂഡന്റെ കൃത്രിമമായ രൂപം ധരിച്ച് ശംഖചൂഡന്റെ ദേഹത്തുണ്ടായിരുന്ന ആ രക്ഷാകവചവും ധരിച്ചുകൊണ്ട് ശ്രീഹരി ശംഖചൂഡന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തുന്നു. ശംഖചൂഡൻ ചന്ദ്രശേഖരനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്ന ആ നിമിഷം മുതൽ തൻ്റെ പതിയുടെ പ്രാണനെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്രീഹരിയുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ഇരിക്കുകയായിരുന്നു തുളസി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുളസിയുടെ തോഴിമാർ വന്ന് വിവരം അറിയിക്കുന്നു, ഭവതിയുടെ പതി ഇതാ വിജയശ്രീലാളിതനായി എത്തിയിരിക്കുന്നു. മുഖഭാവം ദർശിച്ചതിൽ നിന്ന് അദ്ദേഹം വിജയശ്രീലാളിതനായി എത്തിയിരിക്കുകയാണ് എന്ന് മനസ്സിലായി എന്ന തോഴിമാരുടെ വാക്ക് ശ്രവിച്ച തുളസി വളരെയേറെ സന്തോഷവതിയായി ആരതിയുമായി കൊട്ടാരത്തിന്റെ ഗോപുരവാതികളിലേക്ക് എത്തുകയും ശംഖചൂഡന്റെ വേഷത്തിലെത്തിയിരിക്കുന്ന തൻ്റെ പതിയല്ല മഹാവിഷ്ണുവാണ് എന്ന് മനസ്സിലാക്കാതെ തൻ്റെ പതിയാണ് എന്ന ചിന്തയോടുകൂടി ആരതി ഒഴിഞ്ഞ് കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് തൻ്റെ പതിയോട് ചോദിക്കുന്നു, തുളസി, അങ്ങ് ഇത്ര വേഗത്തിൽ പരമേശ്വരനെ ജയിച്ചു എന്ന് ചോദിക്കുമ്പോൾ ശംഖചൂഡൻ പറയുന്നു, ആ മഹാപ്രഭുവിനെ ജയിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ ചന്ദ്രശേഖരന്റെ നിർദ്ദേശത്തെ പാലിച്ചുകൊണ്ട്
ദേവന്മാരിൽ നിന്ന് പിടിച്ചെടുത്തത് അവർക്ക് മടക്കി കൊടുത്തു. ചന്ദ്രശേഖരന്റെ നിർദ്ദേശം മാനിക്കപ്പെടേണ്ടതല്ലേ? എൻ്റെ സ്വാമിയല്ലേ അദ്ദേഹം. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറാൻ തീരുമാനിച്ചു. എനിക്ക് അനുവദിക്കപ്പെട്ട രാജ്യത്ത് ഞാൻ ഭരിച്ചുകൊള്ളാം. ദേവന്മാർക്ക് അർഹതപ്പെട്ടത് അവരും ഭുജിക്കട്ടെ എന്ന ചന്ദ്രശേഖരൻ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ഞാൻ പോന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമായി അങ്ങേ ഇപ്പോഴാണ് ഉത്തമനായ ബുദ്ധിമാനായ ഒരു രാജാവായത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പതിയെ ആശ്ലേഷിക്കുന്നു തുളസീദേവി. തന്നെ ആശ്ലേഷിച്ച തുളസീദേവിയെ ആശ്ലേഷിച്ചുകൊണ്ട് പള്ളിയറയ്ക്കുള്ളിലേക്ക് പോകാനായി മഹാവിഷ്ണു തുടങ്ങുമ്പോൾ, ശ്രീഹരി തുടങ്ങുമ്പോൾ, തൻ്റെ പതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഭാവ പ്രകടനങ്ങൾ കാണുന്നു. സ്വഭാവ രീതികൾ കാണുന്നതോടുകൂടി തുളസിയിൽ സംശയം ജനിക്കുന്നു. ഇതെൻ്റെ പതി അല്ലല്ലോ, എൻ്റെ പതിയുടെ സമീപനം ഇപ്രകാരമല്ലല്ലോ, എൻ്റെ പതിയുടെ സ്വഭാവം ഇപ്രകാരമല്ലോ എന്ന ബോധം അവളിലേക്ക് എത്തുന്നു. ഏതൊരു സ്ത്രീക്കും ഉണ്ടാകും. കാരണം പരസ്പരം മനസ്സിലാക്കേണ്ടവളാണ് പതിയും പത്നിയും. ഇല്ലെങ്കിൽ പിന്നെ പതിയും പത്നിയും എന്ന് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. തന്നെ താലി കെട്ടിയവനെ പരിപൂർണമായി മനസ്സിലാക്കുന്നവൾ ആരും അവൾ പത്നി. തന്നാൽ താലി കെട്ടപ്പെട്ടവളെ പരിപൂർണമായി മനസ്സിലാക്കുന്നവനാരും അവൻ പതി. ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. നമ്മളിൽ എത്ര പേർക്ക് ഇത് യോഗ്യമായിട്ടുണ്ട് എന്ന് സർവേശ്വരന് മാത്രം അറിയാം. ഏതായാലും അതവിടെ നിൽക്കട്ടെ, സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും തൻ്റെ പതിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാത്ത ഭാവപ്രകടനങ്ങൾ ദർശിച്ചതോടുകൂടി ഇത് തൻ്റെ പതിയല്ല എന്ന ബോധ്യം വരുമ്പോൾ സൗമ്യതയുടെ തലത്തെ വെടിഞ്ഞുകൊണ്ട്, ഘോരരൂപിണിയുടെ തലത്തെ സ്വീകരിച്ചുകൊണ്ട് തുളസി ചോദിക്കുന്നു, ആരാണ് നീ? എൻ്റെ പതിയുടെ രൂപം ധരിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് എത്തി എൻ്റെ കരങ്ങളാൽ ആശ്ലേഷമേൽക്കുകയും എൻ്റെ പാതിവൃത്യത്തിന് ഭംഗം വരുത്തുകയും ചെയ്ത ആരാണ് നീ? എൻ്റെ പാതിവൃത്യം നശിപ്പിക്കത്തക്ക രീതിയിൽ എന്നെ സമീപിച്ച നീ ആരാണ്? സത്യം പറഞ്ഞില്ല എങ്കിൽ അടുത്ത നിമിഷം എൻ്റെ ശാപത്താൽ നാളിന്ന് വരെ ശ്രീഹരിയുടെ നാമം ഞാൻ ജപിച്ചിട്ടുണ്ടെങ്കിൽ, ആ നാമം ഏതെങ്കിലും രീതിയിലുള്ള ഗുണത്തെയും ശക്തിയെയും എനിക്ക് പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ നാമം സത്യമാണെങ്കിൽ നിന്നെ ശാപത്താൽ ഞാൻ ഭസ്മമാക്കും എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട ശ്രീഹരി തൻ്റെ യഥാർത്ഥ വിഷ്ണു രൂപത്തെ പ്രകടമാക്കുന്നു. ആ രൂപം കണ്ടതോടുകൂടി തുളസി സ്തബ്ധയായി. അല്പനിമിഷം മുമ്പ് വരെ തൻ്റെ പതിയുടെ പ്രാണനെ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓർമ്മയായ കാലം മുതൽ ഏതൊരു ചൈതന്യ സ്വരൂപനെയാണോ താൻ പൂജിച്ചത്, രക്ഷാകർത്തൃസ്ഥാനത്ത് കണ്ടുകൊണ്ട് ആരാധിച്ചത്, തൻ്റെ സ്വാമിയായി സർവസ്വവുമായി സങ്കല്പിച്ചത്, ആരാധനാമൂർത്തിയായ ആ ശ്രീഹരി തന്നെ ചതിച്ചു വഞ്ചിച്ചു എന്ന ബോധ്യം വരുന്ന തുളസി ഉത്തമയായ പത്നി എന്ന തലത്തിലേക്ക് ഉയരുകയാണ്. തൻ്റെ ധർമ്മത്തിൽ നിന്ന് തന്നെ കളങ്കിതയാക്കിയ, തൻ്റെ പതിയുടെ പ്രാണന് ഭീഷണിയാകാവുന്ന ഈ പ്രവൃത്തി ചെയ്തത് തൻ്റെ ആരാധനാമൂർത്തി തന്നെയാണ് എന്ന ബോധ്യമായിട്ടും പത്നിയുടെ പരിപൂർണമായ തലത്തെ മാനിച്ചു ഒരുത്തമയായ പത്നി എന്ന തലത്തെ സ്വീകരിച്ചുകൊണ്ട് തുളസി പറയുന്നു, നാളിന്ന് വരെ ജപിച്ച ഈ നാവിനാൽ നാരായണ അങ്ങയെ ഞാനിതാ ശപിക്കുന്നു. കുട്ടിക്കാലം മുതൽ, ഓർമ്മയായ കാലം മുതൽ നാവിൽ നിറഞ്ഞു നിന്ന നിന്റെ നാമം, നിന്റെ രൂപം, അങ്ങനെ എൻ്റെ പ്രാണനെ പോലെ ഞാൻ ആരാധിച്ച നീ തന്നെ എന്നെ നശിപ്പിച്ചു. കല്ലിനേക്കാൾ കഠോരചിത്തനായ നീ കല്ലായി പിറക്കട്ടെ എന്ന് തുളസി നാരായണനെ ശപിക്കുന്നു. തുടർന്ന് ഭയാനകമായ ക്രോധത്തിനടിമയെ അഗ്നികണക്കെ ജ്വലിച്ചു നിൽക്കുന്ന തുളസിയുടെ അരികിലേക്കെത്തി നാരായണൻ പറയുന്നു, പ്രിയേ, നീ തുളസിയാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കും. നീ കഴിഞ്ഞ ജന്മം ബ്രഹ്മദേവനെ തപസ് ചെയ്യുകയും എൻ്റെ പ്രേയസിയാകുവാനുള്ള നിന്റെ പ്രാർത്ഥനയെ സാഫല്യത്തിലേക്ക് എത്തിക്കുവാനുള്ള മാർഗം ഇതൊന്നു മാത്രമാണ്. നിന്റെ പാതിവൃത്യം നശിച്ചെങ്കിലേ നിനക്ക് ഈ ജന്മത്തെ വേഷം ഉപേക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. നീ ജന്മത്തിലെ വേഷം ഉപേക്ഷിച്ചെങ്കിലേ നിന്റെ ഇച്ഛ പോലെ നിനക്ക് എന്നിൽ വന്ന് ലയിക്കുവാനും കഴിയുകയുള്ളൂ. നിന്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയേ ഞാൻ ഈ സാഹസത്തിന് മുതിർന്നത്. നിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്, നിന്റെ ഐശ്വര്യകരമായ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഒന്ന് ഞാൻ പറയാം, ഞാൻ അധർമ്മം പ്രവർത്തിച്ചു. ഒരിക്കലും മാതൃക കാട്ടേണ്ട ഒരു വ്യക്തി ഇത്തരത്തിലുള്ള അന്യായമോ അധർമ്മോ ചെയ്യുവാൻ പാടില്ല. അത്തരക്കാർക്കുള്ള മാർഗമായി
മുന്നറിയിപ്പായി, വീണ്ടും വിചാരത്തിനുള്ള അവസരത്തെ തുറന്നു കൊടുക്കുന്ന സന്ദർഭമായി നിന്റെ ഈ ശാപം ലോകത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. നിന്റെ ശാപം പോലെ തന്നെ ഞാൻ കല്ലായി പിറക്കും. നീ നിന്റെ ഈ വേഷം അഴിച്ചു വെച്ച് ഗണ്ഡകി എന്ന നദിയായി ഭൂമിയിലൂടെ ഒഴുകും. നീ ഭൂമിയിലൂടെ ഗണ്ഡകി എന്ന നദിയായി ഒഴുകുമ്പോൾ നിന്റെ നദിയുടെ ഇരുഭാഗങ്ങളിലും പാറക്കല്ലുകളായി ഞാൻ മാറപ്പെടും. ഞാൻ പാറക്കല്ലായി മാറുമ്പോൾ ആ പാറക്കല്ലുകളിൽ വസിക്കുന്ന സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി എന്നിലെ പാറക്കഷണങ്ങൾ കല്ലുകളായി താഴെ കടർന്നു വീഴുകയും ആ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി അതിൽ ചക്ര ആയുധം രൂപീകൃതമാവുകയും ചെയ്യും. ആ ദിവ്യങ്ങളായ പാറ കഷണങ്ങൾ നിന്റെ നദിയിലൂടെ ഒഴുകി സാളഗ്രാമം എന്ന പേരിൽ പ്രസിദ്ധങ്ങളാകും. ഏതൊരുത്തനാണോ ആ സാളഗ്രാമത്തെ പൂജിക്കുന്നത് അവന് എന്നെ പൂജിക്കുന്ന സർവ്വവിധമായ ഐശ്വര്യവും ലഭിക്കും. സാളഗ്രാമത്തെ തുളസീജലത്തിൽ ഇട്ടുകൊണ്ട് നിരന്തരം പൂജിക്കുന്നവന് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. സാളഗ്രാമത്തിൽ നിന്ന് തുളസീജലത്തെ അകറ്റുന്നവൻ സർവ്വവിധമായ നരകത്തിലേക്ക് എത്തപ്പെടും. ഇനിയുമോ നിന്റെ മുടിക്കെട്ട് തുളസി എന്ന ദിവ്യമായ ചെടിയായി രൂപാന്തരം പ്രാപിക്കും. ഈ തുളസി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പൂജാ പുഷ്പമായി മാറപ്പെടും. നിന്നോളം പരിശുദ്ധിയുള്ളതായി ഒരു ചെറു സസ്യവും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. നീ കേവലം ഒരു പൂജാപുഷ്പം മാത്രമല്ല, മനുഷ്യരുടെ ആധിയും വ്യാധിയും രോഗത്തിന് ശമനവും ഉണ്ടാക്കുന്ന ദിവ്യ ഔഷധം എന്ന തലത്തിൽ എത്തപ്പെടും. നിന്റെ പതിയായി ഈ ജന്മത്ത് വർത്തിച്ച ശംഖചൂടന്റെ ദേഹത്തിൽ നിന്ന് ശംഖുകൾ രൂപപ്പെടും. ആ ശംഖിനെ ഞാൻ തന്നെ മധുരമായ നാദതലത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് പ്രാണപ്രിയേ, നിന്റെ സങ്കടത്തിന് വേണ്ടിയിട്ടല്ല, നിന്നെ സങ്കടപ്പെടുത്തുവാനല്ല ഞാൻ ശ്രമിച്ചത്. നിന്റെ സർവ്വവിധമായ സങ്കടങ്ങളെയും ഇല്ലാതാക്കി പരിപൂർണമായ സന്തോഷകരമായ സർവ സൗഭാഗ്യങ്ങളെയും നേടിത്തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്രകാരം പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോൾ അങ്ങയുടെ ഇച്ഛ പോലെ തന്നെ സർവം സമർപ്പയാമി എന്ന് പറഞ്ഞുകൊണ്ട് തുളസി തൻ്റെ പ്രാണനെ നാരായണ പാദത്തിലേക്ക് സമർപ്പിക്കും. തൽക്കാലം തുളസി മഹാത്മ്യം ഇവിടെ നിൽക്കട്ടെ. യുദ്ധഭൂമിയിൽ എന്താണ് നടന്നത് എന്നും ശംഖചൂടന് തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്നും കഥയുടെ 4-ാം ഭാഗത്തിൽ നമ്മൾക്ക് അറിയുവാൻ ശ്രമിക്കാം. കഥയുടെ 4-ാം ഭാഗം ഉടൻ തന്നെ പ്രിയമിത്രങ്ങളുടെ അരികിലേക്ക് എത്തും. ഏവരും അത് കാണുവാൻ തയ്യാറായിരിക്കുക. അടുത്ത ഭാഗത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ പ്രിയമിത്രങ്ങൾക്ക് ഏവർക്കും ശതകോടി പ്രണാമം. ഹരിയും.